ഹായ് ഓൾ, ഞാൻ സൂസൻ. ഇടിവെട്ട് കഥ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷെ അതല്ല കേട്ടോ, ഒരു മുടിവെട്ട് കഥയായിട്ടാണ് ഞാൻ വന്നേക്കണം. എൻ്റെ പാരൻസ് ഒക്കെ പണ്ട് പറഞ്ഞു തന്ന ഒരു കഥയാണ്. അതായത് പണ്ടൊക്കെ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ടൊക്കെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മുടി വെട്ടാനായിട്ട് നമ്മൾ പുറത്തു പോണ ഒരു പതിവില്ലായിരുന്നു. അതിന് പകരം ബാർബർ നമ്മുടെ വീട്ടിൽ വരും. അതായത് കുറച്ച് പ്രായമായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാപ്പന്മാർ തൊട്ട് കൊച്ചുമക്കൾ വരെ എല്ലാവരും നിരത്തി പിടിച്ചിരുത്തി അങ്ങൊരു വെട്ടലാണ്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ മുടി വെട്ടാൻ നേരത്ത് ഈ കസേരയുടെ മുകളിൽ പലകയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയായിരിക്കും കേട്ടോ വെട്ടണത്. പിന്നെ അന്നും ഈ ടീനേജ് പ്രായത്തിലുള്ള ആൺപിള്ളേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഫാഷൻ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ചിലപ്പോൾ ഈ ബ്രൂസ്ലി കട്ട്, അതായത് മുടി ഇങ്ങനെ മുമ്പോട്ട് നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്യുന്ന കട്ട്, പിന്നെ ഹിപ്പി അടി, ചെവി രണ്ടും കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഹെയർ സ്റ്റൈല്, പിന്നെ കുരുവിക്കൂട് മുകളിൽ ഇങ്ങനെ മുടി ചുരുട്ടി വെച്ചിട്ടുള്ള, അതൊക്കെ നിങ്ങൾ ഓർക്കുണ്ടാവും ചിലരെങ്കിലും. അപ്പോൾ അവരുടെ മനസ്സിൽ ഇതൊക്കെയാണ്. പക്ഷെ അപ്പാപ്പൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാവോ, അടുത്ത 6 മാസത്തേക്ക് ഈ ബാർബർ എന്നെ വിളിക്കേണ്ടി വരരുത്. അപ്പോൾ അത് കാരണം അപ്പാപ്പൻ ഈ തലകളെല്ലാം കൂടെ മൊത്ത വിലയ്ക്ക് അങ്ങ് കൊടുത്തേക്കുക. നേരത്തെ പിടിച്ച് എല്ലാവരെയും മുട്ടയടിച്ചങ്ങ് വിടും. അതോടെ ദേ കിടക്കണം ഫാഷൻ സങ്കല്പങ്ങളൊക്കെ. അന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ട്രിമ്മറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് വേർഷൻ ഉണ്ടായിരുന്നു ഈ ബാർബർമാരുടെ കയ്യിൽ. അപ്പം അതിന് പറയുന്ന പേര് ഈ ഇറുക്കിന്ന്. എനിക്ക് തോന്നുന്നു ഈ ഞണ്ടൊക്കെ ഇങ്ങനെ ഇറുക്കണ പോലെ ആ ഒരു കോൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്യണം. അതുകൊണ്ടായിരിക്കും ഇറുക്കിന്ന് പേര് വന്നത്. അപ്പോൾ അത് വെച്ച് മുടി വെട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ തലമുടിയൊക്കെ വേദന എടുക്കും നന്നായിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ 4 പാടും ചാടി ഓടുന്നതാണ് പറഞ്ഞേക്കണം. അതൊക്കെയാണ് അന്നത്തെ രസകരമായ മുടിവെട്ട് കഥകൾ. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ, അതായത് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ബാർബർ ഷോപ്പൊക്കെ അടച്ചിട്ടേക്കുമല്ലായിരുന്നു. മുടി ഒന്ന് വെട്ടാനായിട്ട് നമ്മളെല്ലാവരും കുറേ കഷ്ടപ്പെട്ടു അല്ലേ? ഞാനും അതെ. എൻ്റെ വീട്ടിലുള്ള പുരുഷ പ്രജകളുടെ മുടിയൊക്കെ നീണ്ട ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ബാർബർ ഷോപ്പും തുറക്കണില്ല, മുടിയാണെങ്കിൽ വെട്ടാനും അറിയാൻ പാടില്ല. എന്നേരാണ് എനിക്ക് ശരിക്കും ഒരു ട്രിമ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയത്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ട്രിമ്മർ വാങ്ങാനായിട്ട് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ അവരും ഡെലിവറി എല്ലാം നിർത്തി വെച്ചേക്കുക. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം ഇങ്ങനെ ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് ഒരു ട്രിമ്മർ മേടിച്ചു. അപ്പം അത് കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ കഥകളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ ട്രിമ്മർ വെച്ച് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത ആദ്യത്തെ പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഇത് ചെയ്ത ധൈര്യത്തിൽ ഞാൻ 2ാമത്തെ തലയിലേക്കും കൂടെ കൈവയ്ക്കാൻ പോവുകയാണ്. പക്ഷെ ഇതെന്താവും അറിയാൻ പാടില്ല. പക്ഷേ ഇച്ചിരി കോളേജ് കുമാരനും ഇച്ചിരി ഫാഷനൊക്കെ ഉള്ള ആളാണ്. അതാണ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എൻ്റെ അവസ്ഥ എന്താവുന്നത്. ഞാൻ തുടങ്ങട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. ആദ്യത്തെ പോലെ മുട്ടയടിക്കാനാണെങ്കിൽ നല്ല സുഖം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇച്ചിരി സ്റ്റൈലൊക്കെ നോക്കണവർക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് ട്രിം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഇതിൻ്റെ എക്സ്പേർട്ട് ആൾക്കാർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇച്ചിരി ഭംഗിയൊക്കെ കുറഞ്ഞാലും ഇതൊക്കെ അങ്ങ് മതി എന്നാണ് ഞാൻ വിചാരിക്കണം. ഇന്ന് ഇത്രയാട്ടോ പറയാനുള്ളൂ. അധികം വലിച്ചു നീട്ടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കില്ല. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.